ഹായ് നന്ദുസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മളിതാ ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നൊരു എത്ര മാസം ഉണ്ടാവും, 4-5 മാസം മേലായിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഇട്ടിട്ട്. എനിക്ക് തോന്നുന്ന 5-6 മാസമായിരുന്നു, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന ആൾക്കാരായിരുന്നു, എപ്പോഴെങ്കിലൊക്കെ എടുക്കുന്ന ആൾക്കാരായിരുന്നു. ഇപ്പൊ കുറേ നാളായിട്ട് നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടില്ല. തോന്നുന്നു ഷോപ്പിൽ വെച്ചെടുത്തതാണ് ലാസ്റ്റ് എടുത്ത ക്വസ്റ്റ്യൻസ് തോന്നുന്നു. ക്യാമറയില്ല, ഷോപ്പ് തുടങ്ങിയ സമയത്താ. കുറേ നാളായിട്ടാ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എടുത്തിട്ട്. അപ്പൊ ഇപ്പൊ എടുക്കാന്ന് വിചാരിച്ചു. ഇപ്പോഴാണെങ്കിൽ കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. അല്ല, എന്നോട് ഇങ്ങനെ കമന്റ്സിലും മെസ്സേജിലൊക്കെ ഇങ്ങനെ ഈ പ്രഗ്നൻസി ടൈമിനെ കുറിച്ചിട്ടും കുറെ പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് ഓരോന്നിനായിട്ട് ചിലപ്പോൾ നമുക്ക് റിപ്ലൈ തരാൻ പറ്റില്ല. മെസ്സേജിനാണ് ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പൊ PCOD കുറിച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായി, അതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ കമന്റ്സിന് ഞാൻ റിപ്ലൈ കൊടുക്കല് ഭയങ്കര കുറവാണ്. ഇപ്പൊ പ്രഗ്നന്റ് ആയ ശേഷം കമന്റ് എടുത്ത് നോക്കല് ഞാൻ കുറവാണ്. ഇനി വല്ല നെഗറ്റീവ് കണ്ടിട്ട് എനിക്ക് തലയ്ക്ക് പ്രാന്തിരിക്കേണ്ട കുറവാണ്. ഏട്ടനാണ് നോക്കലൊക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ്. സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അമ്മ കടയിൽ കൊണ്ടുവച്ചു. അമ്മയാണെങ്കിലോ തൃശ്ശൂർക്ക് പോയി കടയിൽ നിന്ന്. അപ്പൊ കടയിൽ സ്റ്റാൻഡ് വെട്ടു, തൃശ്ശൂർക്ക് പോയി ചെയ്തു. അമ്മയ്ക്ക് കടയിൽ പോയി റീൽ എടുക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവച്ചു. ഞങ്ങളുടെ സ്റ്റാൻഡാണെങ്കിൽ കൊടുങ്ങല്ലൂർ ഇരിക്കണം. അപ്പൊ അവിടെ കൊടുന്നിട്ടില്ല. ഇവിടെ പാടത്ത് വന്നിട്ട് അപ്പുറം പാടായോണ്ട് ഞങ്ങൾ പാടത്ത് വന്നിട്ട് നമ്മൾ കുതിരവേല നടക്കണ പോർക്കുളം പാടത്ത് വന്നിട്ട് വണ്ടി ഇട്ടിട്ട് ഇനി എടുക്കാന്ന് വെച്ചു. അച്ചാച്ച ഇരിക്കണ്ടേ, അച്ചാച്ച എന്താന്ന് വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കും. കുറേ നേരമായിട്ട് കാറിട്ട് തന്നെ വിചാരിച്ചിട്ടാ തോന്നുന്നു. അച്ചാച്ചൻ പാവം എത്തിച്ച് നോക്കണേ. പക്ഷെ നമ്മുടെ വണ്ടി ഫ്രണ്ട് അത്ര കൂളിംഗ് ഒന്നും ഇല്ല, അതുകൊണ്ട് കാണും. അപ്പൂപ്പന് ചാരി ഇരിക്കാനുള്ളതുണ്ട്, പക്ഷെ അപ്പൂപ്പൻ ചാരി ഇരിക്കണില്ല. ഇങ്ങനെ എത്തിച്ചൊക്കെ എന്താ സംഭവം അറിയാം. അപ്പൊ അതൊന്നുമല്ല നമ്മളെ മാറ്റർ. ക്വസ്റ്റ്യൻ ആൻസർ വായിക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. എവിടെ പോയി? കുഞ്ഞിന് ഇപ്പൊ എത്ര മന്ത് ആയി? എനിക്കിപ്പോൾ 3 മാസം കഴിഞ്ഞ് 4ാമത്തെ ആവാൻ ഒരു 4-5 ദിവസം കൂടി കഴിഞ്ഞ് 4ാമത്തെ മാസം സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഈ വീക്ക് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് കണക്ക് കിട്ടണത്. 4 മാസം നമ്മളിങ്ങനെ, എൻ്റെ വിചാരത്തിൽ വീക്കിൽ വേറെ രീതിയായിരുന്നു. പക്ഷെ നമ്മൾ ഈ പ്രഗ്നൻസി കലണ്ടർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 4 മാസം ആവണത്. ഇപ്പോൾ അടുത്ത ആഴ്ചക്ക് എനിക്ക് 4 മാസം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പെട്ടെന്നാണ് സമയം പോണത്. ഇത്ര പെട്ടെന്ന് 4 മാസമായി വെച്ചില്ല. പക്ഷെ വയറൊന്നും ഇല്ല കേട്ടാ. എനിക്ക് അധികം എൻ്റെ ഒരു തരി വയറില്ല. എനിക്ക് ആദ്യം ഉണ്ടായ വയറ് പോലും ഇപ്പം ഇല്ല കേട്ടോ. എൻ്റെ സത്യം പറഞ്ഞ അച്ചാച്ചനും മടുത്ത് അച്ചാച്ചു പോയി. ഒറ്റ മൈനാണ് അപ്പളെ പാടല്ലേ. 2 മൈനാന്ന് തോന്നുന്നില്ല. അവിടെ ഒന്നുകൂടെ ഉണ്ട്. അടുത്ത വായിക്കേ. വെള്ളിയാഴ്ച വെള്ളി വേണ്ട. പ്രഗ്നന്റ് ആയതിനു ശേഷമുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന്? ഭയങ്കര അടിപൊളിയാ. ഇപ്പൊ നമ്മള് വലിയൊരു ചോരത്തിളപ്പിന് പറയണ പോലെ ഭയങ്കര എന്താ വെച്ചാൽ പ്രഗ്നന്റ് ആയ ടൈമെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചിരുന്നു പൊന്നേച്ചിക്ക് അങ്ങനെ പ്രഗ്നൻസി ടൈമിൽ ഛർദ്ദിച്ചിട്ടേ ഇല്ല. പൊന്നേച്ചി കാർത്തൂന് പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഒരു ഭംഗിക്ക് പോലും ഛർദ്ദിച്ചിട്ടില്ല. അപ്പൊ ഞാൻ കണ്ട പ്രഗ്നൻസിലും അങ്ങനെയാണ്. പിന്നെ അമ്മ തന്നെ കണ്ടിരിക്കുന്നത് രാത്രി മാത്രമുള്ള ഛർദ്ദി. അമ്മയ്ക്കെന്ന് വെച്ചാൽ രാത്രി പച്ചം വരാൻ വൈകിയ, ഫുഡ് കഴിക്കാൻ വൈകിയ, ഗ്യാസൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഛർദ്ദിയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെയും പൊന്നേച്ചിയും പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല ഛർദ്ദിയായിരുന്നു. ഇത്ര കുണുക്കിലും അമ്മയ്ക്ക് കുറച്ച് കുറവുണ്ടായി. അപ്പം ഞാൻ കണ്ടതിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ വിചാരത്തിലും എനിക്ക് അങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ അവരുടെ ഒരു രീതിയിലാണ് വരികയെന്ന് വെച്ചു. പക്ഷെ എനിക്ക് ആദ്യം തൊട്ട് എനിക്ക് അറിഞ്ഞത് 2 ആഴ്ച ഉണ്ടായിട്ടില്ല. അറിഞ്ഞ സമയത്ത് 2 ആഴ്ച ഉണ്ടായില്ല. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 2ാമത്തെ മാസത്തേക്ക് അല്ലേ കടന്നപ്പൊട്ട് പിന്നെ ഇന്ന് വരെ ഛർദിക്ക് ഒരു കുറവില്ല. നല്ല ഛർദിക്കാന്ന് പറഞ്ഞാൽ ഛർദിക്കുമ്പോൾ നമുക്ക് ക്ഷീണം കൂടും. എന്താ വെച്ചാൽ ഛർദിക്കുമ്പോൾ ക്ഷീണം കൂടുന്ന വെച്ചാൽ ഫുഡില്ല, ശരീരത്തിൽ ഒന്നുമില്ല. ഞാൻ നല്ലോണം വെയിറ്റും കുറഞ്ഞുട്ടാ. അപ്പൊ ഫുഡും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതാണ് നമ്മൾ ക്ഷീണവും എപ്പോഴും കെടുപ്പും അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എല്ലാ വയറുവേദന കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ പ്രഗ്നൻസി ടൈമില് ഇത്രയും നാളായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. പുറത്തു പോക്കോ അങ്ങനെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഈ ഛർദി ഇതൊക്കെ ആയിട്ടാണ് പോണത് മുന്നോട്ട്. ഞാൻ വ്യക്തമായി പറഞ്ഞതാട്ടോ. അപ്പൊ അങ്ങനെ പറഞ്ഞോളൂ. എനിക്ക് പറയുമ്പോ വിശദമായി പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡെലിവറി ഡേറ്റ് എന്നാണ്?
ഡെലിവറി ഡേറ്റ് Date ഇപ്പൊ ആയിട്ട് ഇനി നമുക്ക് എന്താ വെച്ചാൽ എനിക്ക് PCOD ഉള്ള കാരണം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും സ്കാനിങ്ങിൽ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഡിസംബറിലാണ് നമ്മുടെ ഡെലിവറി ടൈം വരിക. ഡിസംബർ പകുതി ലാസ്റ്റോട് കൂടിയിട്ട് വരിക. അപ്പം അതാണ് നമ്മുടെ സമയം. എന്താ വെച്ചാൽ എൻ്റെ രണ്ട് PCOD ഉള്ള കാരണം നല്ല ഡിഫറൻസ് ഇടയ്ക്കിടയ്ക്ക് കാണിക്കും സ്കാനിങ്ങിൽ. ഡിസംബർ ലാസ്റ്റ് ആണോ ജനുവരി ഫസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ജനുവരി ഫസ്റ്റിക്ക് പോലെ ഡിസംബറിലാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ആ സമയം അടുക്കുമ്പോഴല്ലേ കൂടുതൽ അറിയണം. അപ്പോൾ പറയാന്ന് വെച്ചിട്ടാട്ടോ ഡിസംബറിലാണ് നമ്മുടേത് ഡെലിവറി. ആ സമയമുണ്ട്. ഫസ്റ്റ് സ്കാനിങ് ചെയ്തപ്പോൾ എന്തായിരുന്നു അതിന്റെ ഫീലിംഗ്? ഭയങ്കര ഫീലിംഗ് ആണ് കേട്ടോ, വേറെ ഒന്നുമില്ല. നമ്മൾ എൻ്റെ ഫസ്റ്റ് സ്കാനിലേക്ക് ഹാർട്ട് ബീറ്റ് കേട്ടിട്ടില്ല. എനിക്ക് ഏറ്റവും ഫീലിംഗ് തോന്നിക്കുന്നത് രണ്ടാമത്തെ സ്കാൻ ചെയ്തപ്പോൾ ഹാർട്ട് ബീറ്റ് കേട്ടപ്പോഴാണ്. എന്താ വെച്ചാൽ ആദ്യത്തെ നമ്മുടെ സ്കാനിങ്ങിൽ ഉണ്ണീനെ കുറിച്ചിട്ട് ഫുള്ള് മനസ്സിലാവില്ല നമുക്ക്, ഒരു ഇത് എടുക്കുന്നുണ്ടെന്നുള്ളൂ. പക്ഷേ ഹാർട്ട് ബീറ്റ് കേൾക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊരാളുണ്ട് എന്നുള്ളൊരു ഫീല് ഭയങ്കരമായിട്ട് വരും. രണ്ടാമത്തേലാണ് എനിക്ക് ഹാർട്ട് ബീറ്റ് കേട്ടത്. എന്താ വെച്ചാൽ ഞാൻ 6 ആഴ്ചയിലൊക്കെ ഹാർട്ട് ബീറ്റ് തുടങ്ങാൻ തോന്നുന്നു. അപ്പം ഞാൻ 5 ആഴ്ചയിൽ അങ്ങോട്ട് സ്കാൻ ചെയ്തത്. അപ്പം എനിക്ക് ആദ്യത്തിൽ അങ്ങനെ കേട്ടിട്ടുണ്ടായില്ല. പിന്നെ ഒരു മാസം 3 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ സ്കാൻ ചെയ്തപ്പോഴാണ് ഹാർട്ട് ബീറ്റ് കേട്ടത്. സ്കാനിങ് ഇപ്പൊ എനിക്കിപ്പോ 4 മാസമല്ല, 4 സ്കാനിങ് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 സ്കാനിങ്ങിന്റെ ആവശ്യമുള്ളൂ. 3 ആവശ്യമുള്ളൂ. ഞാൻ പോരാണ്ട് അപ്പം 5 സ്കാൻ എടുത്തിട്ടുണ്ട്. ഞാൻ 5 സ്കാൻ എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ 2 സ്കാൻ എടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, നമുക്ക് ഈ ബ്ലീഡിങ്ങിന്റെ പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ പേടിച്ചിട്ട് 2 വട്ടം രാത്രി പോയി സ്കാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ 2 എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അടുത്തത് വായിച്ചോളൂ. അടുത്തത് ഡെലിവറി ഡേറ്റ് ചോദിച്ചല്ലേ. എന്നും വീഡിയോസ് ഇടണേ ഒരുപാട് ഇഷ്ടമാണ്. അതായത് ഇടണമെന്നുണ്ട്, എനിക്കും നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ആദ്യത്തെ വോമിറ്റിങ്ങിന്റെ ഇത് കാരണം നമുക്ക് എപ്പോഴും ഇങ്ങനെ കിടന്നിട്ട് എന്ത് ചെയ്യാ. പിന്നെ അത് മാത്രല്ല, എനിക്കൊരു കാര്യം പറയണ്ട. ആദ്യമൊക്കെ എന്നെ ഏട്ടൻ നിർബന്ധിക്കും കുഞ്ഞ വീഡിയോ എടുക്കും. ഇപ്പൊ തന്നെ സിറ്റുവേഷൻ കാരണം ഏട്ടനും പറയാറില്ല എന്നെ വീഡിയോ എടുക്കാനും. പിന്നെ ഞാനെനിക്ക് എടുക്കുന്ന അവസ്ഥ വല്ലാത്ത അവസ്ഥയാ. വല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു പ്രാന്തത്തിനെ പോലെ എനിക്ക് ഛർദ്ദിച്ചിട്ടൊക്കെ കിടക്കണ്ടാവും. അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റാറില്ല. അതാണ് സംഭവം. ഇപ്പൊ മാക്സിമം ഇങ്ങോട്ട് പറ്റിയായിരിക്കും. ഇപ്പൊ കുറച്ച് ഒരു ദിവസം കഴിയുമ്പോൾ കുറച്ച് ഛർദി ഉണ്ടെങ്കിലും ബാക്കി കാര്യങ്ങൾക്ക് കുറച്ച് ബെറ്റർ ആയിട്ട്, തലകറക്കം അങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ച് ബെറ്റർ ആയിട്ട്. ചിലപ്പോൾ ഈ ഒരു 5 മണി 4 മണി നേരം ആകുമ്പോൾ ഞാൻ ഒന്നും ഉണരും. അതുവരെ തളർച്ചയാണെങ്കിലും അപ്പം ഒന്നും ഉണരും. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ പരമാവധി. ഇപ്പൊ നമ്മള് നേരത്തെ ഇങ്ങോട്ട് ലാഗ് കുറച്ചിട്ട് വീഡിയോ പെട്ടെന്ന് ഇടുന്നുണ്ട്. ചോദിച്ചത് നീ ഇതെന്നുള്ളൊരു ചേച്ചിയാണ്ടാ. പിന്നെ അടുത്തത് വിജി എന്നുള്ളൊരു ചേച്ചി വെച്ചിട്ടുണ്ട്. ഒന്നും ചോദിക്കാനില്ല, 2 പേരെയും ഒരുപാട് ഇഷ്ടമാണ്. നമ്മളിങ്ങനെ സ്നേഹിക്കുന്നത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷാണ്. പിന്നെ ഇതേപോലെ ഞങ്ങള് മുന്നോട്ട് സ്നേഹിക്കല്ലേ. അതെ. പിന്നെ ലവ് ഫ്രം മലപ്പുറം. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്ത്, സ്റ്റേ ബ്ലെസ്ഡ്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും എല്ലാ വീഡിയോസിനും ഇടണ ആളാണ് കേട്ടോ കമന്റ്. അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക കമന്റ്. പക്ഷെ നമ്മളെ ഭയങ്കര സ്നേഹമുള്ളവരാണെന്ന് അല്ലേ. നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഉണ്ടാവാറുണ്ട് കേട്ടോ കമന്റ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആ കമന്റ് വായിച്ചത് നമുക്ക് സന്തോഷം. ഞാൻ ചില ദിവസം ഇങ്ങനെ ലൈറ്റായി ഞാൻ ചിന്തിക്കാണ്ട് കമന്റ് വന്നില്ലല്ലോ. നമ്മൾ ചില കമന്റ്സ് അങ്ങനെ ചിന്തിച്ചു നമുക്ക് ഡെയിലി ഇങ്ങനെ ഇടുമ്പോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ, സ്കിൻ കെയർ പ്രൊഡക്റ്റ്, സ്കിൻ കെയർ കുറിച്ച് പറയാമോ? പിന്നെ ലിപ് ബാം, സിറം ഏതാ യൂസ് ചെയ്യണത്? പിന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാന് ഇപ്പൊ സത്യം പറഞ്ഞ സ്കിൻ കെയർ ആയിട്ട് ഒന്നും ചെയ്യാറില്ല. ലിപ് ബാം യൂസ് ചെയ്യുന്നത് ഇടയ്ക്ക് വിശ്വമേധര ലിപ് ബാം എൻ്റെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യും. പിന്നെ അങ്ങനെ ഇപ്പൊ ഒന്നും സ്കിൻ കെയർ ആയിട്ട് ഇപ്പൊ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കിന്നൊക്കെ പോയി എടുക്കാണ്. ഇപ്പൊ പുറത്ത് പോകുമ്പോ സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസറും ചില ടൈമിൽ ഫൗണ്ടേഷൻ ഇടും, ചില സമയത്ത് ഫെയർ ലവ്ലി ഇടും. അപ്പൊ അങ്ങനത്തെ ഒരു ഇത്. പിന്നെ ലിപ്സ്റ്റിക്ക് എനിക്ക് തോന്നിയ പോലെ ഫേസ് സ്കാനഡ് ഇപ്പൊ എൻവൈബ് ഇപ്പൊ പ്രമോഷൻ കിട്ടണം. അപ്പൊ ആ തോന്നിയ പോലെ എടുത്തിടും. അങ്ങനെയാണ്. ആദ്യമൊക്കെ ഞാൻ ഡാസ്ലെസിന്റെ മാത്രമേ യൂസ് ചെയ്തിരുന്നുള്ളൂ. ഇപ്പൊ മാറ്റി ഫേസ് സ്കാനഡ്. പിന്നെ ആ ഷെയ്ഡ് കിട്ടാണ്ടായി ഇപ്പൊ നേരെ മാറി എൻവൈബ്. അതങ്ങനെ മാറിപ്പോവും. എന്നിട്ട് ഡാസ്ലെസിന്റെ പഴയ ലിപ്സ്റ്റിക് ഞാൻ ഇടാറുള്ളത്. കുറച്ച് കളർ കൂടി ഇരിക്കണ്ട ഈ ലിപ്സ്റ്റിക്. അങ്ങനെ. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ
അല്ല എന്നോട് പിന്നെ പറയാറുണ്ട് ഇപ്പൊ അതിൽ ലിപ്സ്റ്റിക് യൂസ് ചെയ്യണം. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യാറുള്ളൂ, അല്ലാണ്ട് പുറത്തു പോക്ക് തീരില്ല, അതുകൊണ്ട് ലിപ്സ്റ്റിക് ഇടലില്ല. പിന്നെ വീട്ടിലിടാറില്ല. വീഡിയോ എടുക്കുമ്പോൾ പിന്നെ നമുക്കൊരു ഇത്തിരി വൃത്തിയിൽ നിൽക്കണ്ടേ, അതുകൊണ്ട് ഇടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹായ് ചേട്ടാ, കുഞ്ഞ് സുഖമല്ലേ രണ്ടാൾക്കും? എത്ര മന്തായി കുഞ്ഞ്? ടേക്ക് കെയർ, റെസ്റ്റ്, ലോട്ട്സ് ഓഫ് ലവ് ടു യു ബോത്ത്. എന്ന് പറയാം, എന്തായാലും ഒരാഴ്ചയല്ലോ, 2 ദിവസം. താങ്ക് യു. റെസ്റ്റ് തന്നെയാണ് ടേക്ക് അല്ലേ? വേറെ ഒന്നുമല്ല, ആദ്യമേ നമുക്ക് ഈ ഉള്ളു PCOD ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് നല്ലോണം ഭയങ്കര രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ആദ്യത്തെ പ്രഗ്നൻസി ആകുമ്പോൾ എനിക്ക് തോന്നണം മിക്കവരും കുഴപ്പമില്ലാണ്ട് അധികം ശ്രദ്ധിക്കും. വേറെ ഒന്നല്ല, നമുക്ക് ആ സമയത്ത് വേറെ കാര്യങ്ങളൊന്നും, നമ്മുടെ ഭർത്താവിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ, നമ്മൾ അത്യാവശ്യം ശ്രദ്ധിക്കും. പിന്നെ എനിക്ക് PCOD പിന്നെ ബ്ലീഡിങ് ഒക്കെ കണ്ടുകൊണ്ട് അത്യാവശ്യം നമ്മൾ റെസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിട്ട് ഇനി റെസ്റ്റ് ഒന്നും അധികം വേണ്ട, കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ബേബി ഫുള്ളൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ക്ഷീണമുള്ളതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ പോയി. ഇത് അടിപൊളി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇതെല്ലാവരും കേട്ടാണ്. ഏത് കുഞ്ഞ് വേണം എന്നാണ് ആഗ്രഹം? പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ? ആതിര എന്നുള്ളൊരു കുട്ടിയാണ് ചോദിച്ചേക്കണേ. എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല, എനിക്ക് എന്തുണ്ടെങ്കിലും ആരോഗ്യത്തിലൂടെ വന്നാൽ മതി. പിന്നെ ഏട്ടന് ചെറുതായിട്ട് ആഗ്രഹമുണ്ട്, അതിപ്പോ റിവീൽ ചെയ്യുന്നില്ല എന്തായാലും അല്ലേ? അതെന്താ ഏട്ടന് ചെറിയ ആഗ്രഹം ഉണ്ട്, പക്ഷെ ഞാൻ ഏട്ടൻ്റെ ആഗ്രഹം അതല്ല വിചാരിച്ചിട്ടുണ്ട്, തിരിച്ച് വിചാരിച്ചിട്ടുണ്ട്. ഏട്ടന് വേറെ ആഗ്രഹം, എനിക്ക് വേറെ ആഗ്രഹം, രണ്ടാൾക്കും തിരിഞ്ഞ ആഗ്രഹമാണ്. എന്നാലും നല്ല ആരോഗ്യമുള്ള ഒരു ഉണ്ണി ഉണ്ടായി മതി. പിന്നെ എന്തുണ്ണി ഉണ്ടായാലും നമുക്കത് ബെസ്റ്റാണ് അല്ലേ? നമ്മുടെ ആദ്യത്തെ ഉണ്ണി ബെസ്റ്റാണ്, നമുക്ക് ഒരു ഉണ്ണി മതി അല്ലേട്ടാ. പ്രഗ്നൻസിയുടെ ടൈം അങ്ങോട്ട് കടന്നുപോയോടുകൂടി ഞാൻ പറഞ്ഞു ഒരു ഉണ്ണി മതി. ഏട്ടനായിട്ട് പറഞ്ഞു, ഏട്ടന് എന്റെ വിഷമ ക്ഷീണം കണ്ടിട്ട് പറ്റാണ്ടാണ്. അപ്പൊ അടുത്തത് കൊക്കും പശുവൊക്കെ ഉണ്ട് പാടത്ത്. ഓക്കെ, അടുത്തത്. കുണുക്കൻ കുണിക്കിയുടെ റിയൽ നെയിം എന്താണെന്ന്? കുണുക്കൻ ആരവ് അനിൽകുമാർ, കുണിക്ക് മഹാലക്ഷ്മി അനിൽ എന്നുള്ളോട്ട്, അനിൽകുമാർ എന്നിട്ടില്ല അവളെ പേരല്ലെങ്കിൽ ഒരു ട്രെയിനിൻ്റെ അത്ര നീളമുണ്ട്, അതുകൊണ്ട് അനിൽ എന്നിട്ടുള്ളൂ, അനിൽകുമാർ എന്നിട്ടില്ല. ഞങ്ങളുടെ എല്ലാവരും പേരിൽ അനിൽകുമാറുണ്ട്, കുണിക്കിന്റെ പേരിൽ മാത്രം അനിൽ എന്നുള്ളൂ. പിന്നെ ആ കുണിക്ക് മഹാലക്ഷ്മി എന്നിട്ടുള്ള കാരണം ചൊവ്വാഴ്ച ജനിച്ചെന്ന് തോന്നുന്നു, ചൊവ്വാഴ്ചയാണ് ജനിച്ചത്, അതുകൊണ്ട് ഇട്ടതാണ്. ഞങ്ങളുടെ മഹാലക്ഷ്മിയാണ് വിളി. ഇന്ന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ചേട്ടന്റെ മണ്ടയ്ക്ക് ഞാൻ ചിന്തിക്കാറുണ്ട്, ഇപ്പൊ എന്റെ അനീതിയാണ് അവള്, ചേട്ടന്റെ അനീതിയാണെന്ന്. ചേട്ടന്റെ മണ്ടയ്ക്ക് ചേട്ടന്റെ മോളും ഇപ്പൊ കുറച്ച് സെറ്റ് കൂടുതലാ അല്ലേ? ട്യൂഷൻ കഴിഞ്ഞ് വന്നാലും സ്കൂളിൽ വിട്ട് വന്നാലും കുണുക്കനൊക്കെ TV കണ്ടിരിക്കും. കുണിക്ക് അങ്ങനെയല്ല, ചേട്ടന്റെ അടുത്തുനിന്ന് മാറില്ല. ഇപ്പൊ ചേട്ടന് ഇഷ്ടമുള്ള പോലെ സ്പൈഡർമാൻ 2 ദിവസമായിട്ട് ഞാൻ നല്ല ടയേർഡ്, പനിയായതുകൊണ്ട് 2 ദിവസം ഗ്യാപ്പിടുകൊണ്ട് ആൾക്ക് ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ ഇന്നലെ തൊട്ടിട്ട് ഏട്ടന്റെ കൈമ വന്ന് കിടന്ന് പറഞ്ഞൊക്കെയാണ്. ഗ്യാപ്പ് ഇട്ടപ്പോ നല്ല വിഷമായി, പനിയല്ലേ, അപ്പൊ അടുപ്പിച്ചുണ്ടായില്ല, ചെറിയ കുട്ടികളല്ലേ. അപ്പൊ വീട് എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂരാണ് വീട് വരുന്നത്. ഏത് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. നമ്മള് സൈമറിലാണ് കാണിച്ചത്. പിന്നെ അതിൽ തന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് എടപ്പാളാണോ എന്ന്. സൈമറിലെ എടപ്പാളും കൊച്ചിയിലും ഒക്കെ ഉണ്ട്. നമ്മള് തൃശ്ശൂര് കണിമംഗലത്തുള്ള സൈമറിലാണ് കാണിച്ചിരിക്കണത് കേട്ടോ. പിന്നെ ഡോക്ടറുടെ പേര് ഇനി ചോദിക്കണവരുണ്ട്, അതുല്യ മാമാണ്. എനിക്ക് നല്ല കംഫർട്ടാണ് ആ ഡോക്ടർ, നല്ല സംസാരിക്കാനും നമുക്ക് എന്ത് പറയാനും ഓപ്പൺ ആയിട്ട് എല്ലാം പറഞ്ഞു തരും ചെയ്യും. നമുക്ക് എന്തൊരു ടെൻഷൻ ഉണ്ടെങ്കിലും ഡോക്ടർക്ക് മെസ്സേജ് അയക്കാൻ ഓൾറെഡി റിപ്ലൈ ഇപ്പൊ തന്നെ ഒരു സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് വന്നപ്പോ തന്നെ അയച്ചെടുത്തത്, ബ്ലഡിന്റെ റിസൾട്ട് അതപ്പോ തന്നെ റിപ്ലൈ ആണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഏത് സമയത്ത് ഇപ്പൊ എന്ത് ടെൻഷനും വയ്യാണ്ടായി പോയാലും ഡോക്ടർ എത്താൻ പറ്റുകയാണെങ്കിൽ പരമാവധി എത്താറുണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. അത് നമ്മുടെ ഈ ഇങ്ങനെ തുള്ളാൻ ഇതിൽ വരില്ലേ, നമ്മുടെ വെളിച്ചപ്പാടല്ല, ആ കൂട്ടത്തില് വരുന്ന ചേർന്നത്. എന്റെ സൗണ്ട് ഇടയ്ക്ക് കബ്ബ് വലിക്കണ്ട, ഫുള്ളായിട്ട് പോയിട്ടില്ല. സൗണ്ട് ഇടയ്ക്ക് ചുമക്കണത് ഇതാക്കണ ചില ഹെഡ്സെറ്റ് വെച്ചാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും ചുമ. പിന്നെ സൈമർ ഹോസ്പിറ്റലിൽ ഏത് ഡോക്ടറാണോ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീണ്ടും ചോദിച്ചിട്ടുണ്ട് എത്ര മന്തായെന്ന്. പിന്നെ ബേബിയുടെ നെയിം നോക്കി വെച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കണത്. നമുക്ക്
ബോയ് ബേബിക്ക് ആണെങ്കിൽ ഒരു പേര് നോക്കിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്, ഗേൾ ഇട്ടിട്ടില്ല. ഗേളിന് നോക്കിയിട്ടുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ബോയ്ക്ക് കിട്ടിയ പോലത്തെ ഒരു നല്ലൊരു പേര് ഗേൾ ബേബിക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ രണ്ടാൾക്കും ഒരെണ്ണം കിട്ടിയതാണ്. പിന്നെ ആ പേരിന് വേറൊരു ബന്ധമുള്ള കാരണം ആ പേര് വേണ്ട വെച്ച്. അപ്പോൾ വേറെ ഞങ്ങൾക്ക് ഗേൾ ബേബിക്ക് അങ്ങനെ നല്ലത് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് വീട്ടിൽ വിളിക്കാൻ ഗേൾ ബേബിക്ക് കിട്ടിയത് നമുക്ക് വീട്ടിൽ വിളിക്കാനായിട്ട് കിട്ടിയിട്ടില്ല. കിട്ടി. കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ വിളിക്കാൻ കിട്ടിയിട്ടുണ്ട്. ഗേൾ ബേബിക്ക് കിട്ടിയിട്ടുണ്ട്, ബോയ് ബേബിക്ക് അത് കിട്ടിയിട്ടില്ല. അങ്ങനത്തെ പേരൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾ എന്നെ കമന്റ് ചെയ്തിട്ടോ. ഇപ്പൊ വേണമെങ്കിൽ കമന്റ് ഉണ്ട്, നമുക്ക് ആലോചിച്ച് വെക്കാം. അപ്പൊ ഞങ്ങള് ഗേൾ ബേബിക്ക് വേറെ ഒന്നല്ല, ഞങ്ങള് ആലോചിക്കുന്നത് കൃഷ്ണനും രാധേനും ബന്ധപ്പെട്ട പേരാണ്. വേറെ ഒന്നല്ല, എന്റെ പേര് നന്ദനാന്നും ഏട്ടന്റെ പേര് ഗോകുലെന്നും. അപ്പൊ കൃഷ്ണനും രാധയ്ക്കും ബന്ധപ്പെട്ട ഒരു പേരാണ് ഞങ്ങൾ പെൺകുട്ടിക്ക് ഇതാക്കുന്നത്. ബോയുടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ബോയുടെ നല്ല കൃത്യമായി ഇരുന്നുണ്ട്. ആർക്കും ഇല്ലാത്തൊരു പേര് കൊല്ലാണ്ടിരുന്നാ മതി ആ പേരിട്ട് കഴിഞ്ഞാ. അതങ്ങനെ. പക്ഷെ ഗേൾ ബേബിക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കിട്ടും. അങ്ങനെ ഒരു പേര് കിട്ടിയില്ലെങ്കിൽ നമ്മള് വേറെ ഒരു ചിന്തക്ക് ചിന്തിച്ചിട്ടുണ്ട്. ഗായത്രി എന്നുള്ളൊരു ചോദിച്ചു. ഹായ് കുഞ്ഞ, ചോദിക്കാനൊന്നുമില്ല, ഹാപ്പി ആയിരിക്കൂ. ഛർദി ക്ഷീണമൊക്കെ എല്ലാവർക്കും ഉണ്ടാകും, എന്നാലും ഭക്ഷണം കഴിക്കാതിരിക്കരുത്. 3 നേരം കഴിക്കുക എന്നത് മാറ്റി കുറച്ചായി 6-7 തവണ ആയി കഴിക്കണം. വെള്ളം ധാരാളമായി കുടിക്കണം. അതുണ്ട്. ബേക്കറി ഹോട്ടൽ ഫുഡ് പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്. മോള് വേഗം ഉഷാറാവട്ടെ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഹോട്ടൽ ഫുഡ് ഒന്നാമത് എനിക്ക് കണ്ടെടുത്താ കണ്ടൂടാ. ഹോട്ടൽ ഫുഡ് എനിക്ക് തീരെ കണ്ടെടുത്താ കണ്ടൂടാ. പിന്നെ ബേക്കറി ഐറ്റംസ് പണ്ട് വലിയ താല്പര്യമില്ല. പിന്നെ ഫുഡ് 6-7 നേരം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല. എന്തായാലും കഴിച്ച് ശ്രമിച്ച് തുടങ്ങുന്നുണ്ട്. ഇപ്പൊ ഇല്ലേങ്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ നോക്കുന്നുണ്ട് ഛർദി ഉണ്ടെങ്കിലും. അതാണ്. അതുകൊണ്ട് ഹോട്ടൽ ഫുഡുകളൊന്നും ഇല്ലട്ടോ. ഞാൻ മെയിനായിട്ട് അത് തന്നെയാണ്. അല്ല, ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി വരും കുഞ്ഞൻ ക്യാൻസൽ ചെയ്ത്. ഞാൻ ബിരിയാണി കഴിച്ചത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരു 4 മാസമായിട്ട്, 3 മാസം പ്രഗ്നന്റ് ആയ ടൈമിൽ ഒരു വട്ടം കഴിച്ചിട്ടില്ല. കൊഴുന്നുള്ളപ്പോ ആദ്യ ടൈമിൽ ഞാൻ മഞ്ഞൾ ബിരിയാണിയാണ്. ഞാൻ കാലയിൽ മഞ്ഞൾ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ആയിരുന്നു. ഭയങ്കര ഫേവറേറ്റ് ബിരിയാണി ആയിരുന്നു. ഇത് തുടങ്ങി ഞാൻ വാങ്ങിച്ചോണ്ട് വന്നല്ലേ, അന്ന് തുടങ്ങി ഛർദിച്ചിട്ട് പിന്നെ ബിരിയാണി തൊട്ടിട്ടില്ല. ആദ്യം ഞാൻ ഛർദിച്ചത് പിന്നെ അതിന് ശേഷം ബിരിയാണി ഐറ്റംസ് ഞാൻ തൊട്ടില്ല. എനിക്ക് ലൈഫിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ബിരിയാണിയാണ്, പക്ഷെ ഞാൻ തൊട്ടിട്ടില്ല. അങ്ങനെ ഒരു ഗുണമുണ്ടായി. അതേപോലെ ഷവായ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. ആകെ കഴിക്കുകയാണെങ്കിൽ എപ്പോഴും ഹോട്ടലിൽ പോയാൽ എപ്പോഴും അത്യാവശ്യം വന്നാൽ നമുക്ക് കഴിക്കണ്ട. അപ്പം കഴിക്കും. രാവിലെ ആണെങ്കിൽ ഇതല്ലാണ്ട് ഒരു സാധനം നോൺ എനിക്ക് അത്ര തീരെ താല്പര്യമില്ല. വീട്ടിലുണ്ടാക്കിയ ചിക്കൻ കറി തന്നെ ഇപ്പോഴാണ് കഴിച്ചു തുടങ്ങിയത്. ഇതാണ് സംഭവം. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ രീതികൾ മാറും എന്ന് പറയുന്നുണ്ട്. പിന്നെ എനിക്കായിട്ടാണ് സ്വതവേ ഭയങ്കര ഹോട്ടൽ ഫുഡ് ഇഷ്ടമുള്ള ആൾക്കാരല്ല. എന്ത് കഴിക്കാനും നമ്മൾ സിറ്റുവേഷനോട് കഴിച്ചു കൂടെ ആൾക്കാരാണ്. എനിക്ക് രണ്ടാൾക്കും അത്ര താല്പര്യമുള്ളവരല്ല. എനിക്കും വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഇഷ്ടം, ഏട്ടനും അങ്ങനെ തന്നെയാണ്. ആ ഒരു ഇത് തന്നെയാണ് എനിക്ക്. എങ്ങനെ വന്നാലും എനിക്ക് അടുപ്പിച്ച് 2 ദിവസം വീട്ടിൽ കഞ്ഞി വിചാരിക്കും ഞാൻ. പക്ഷെ എനിക്ക് കഞ്ഞിയോട് ഇഷ്ടമല്ല. ഞാൻ ഇപ്പൊ കുടിക്കുന്നുണ്ട്. ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ട് ഈ മനുഷ്യന്റെ കുട്ടിയല്ലേ, അപ്പൊ ഈ കഞ്ഞി ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് കുടിക്കുന്നുണ്ട്. അതെ, എന്റെ സ്വഭാവമല്ല. പിന്നെ അടുത്തത് ചേച്ചിയുടെ ചെറിയ കുട്ടിയാ. ചേച്ചിയുടെ ഏജ് എത്രയാണെന്ന് ചേച്ചിനുള്ള ചോദ്യം ഇപ്പം മാറൂട്ടാ. പിന്നെ ചേച്ചി മാറ്റി വിളിക്കണം. പറഞ്ഞിട്ടുണ്ട് 20 വയസ്സല്ലോ. പക്ഷെ ഇപ്പൊ 3-4 മാസം കഴിഞ്ഞ് 21 അത് പറയാൻ എനിക്ക് ഇഷ്ടമില്ല. 20 തന്നെ മതി. ഇപ്പൊ ഏജ് പോണത് എനിക്ക് ഇഷ്ടമില്ലാണ്ടായി. ഏട്ടന്റെ ഏജ് പറഞ്ഞുതരാം. ഇനി എന്തായാലും അറിയാൻ ഉള്ള ആഗ്രഹമുള്ളവർക്ക് പറഞ്ഞുതരാം. 29. 2-3 മാസം കഴിഞ്ഞ് എന്റെ പറഞ്ഞ പോലെ 30 ആവും. എന്താ അല്ലെങ്കിലും പ്രായം തോന്നും, പ്രായത്തിനുള്ള പ്രായം തോന്നും. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്കിപ്പോൾ 11 അതാണ് 11 എനിക്ക് 11 വീക്കായി.
ആദ്യം പെയിൻ ഉണ്ടായിട്ടുണ്ട്, കുഞ്ഞിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, പ്രഗ്നൻസി ആയി പിന്നെ വയറുവേദനയാണോ? ആ വയറുവേദന, ടെൻഷൻ അതുകൊണ്ടാണോ ആൾക്കാർക്ക് ടെൻഷനാണ് അതുകൊണ്ട് ചോദിക്കണേന്ന്. ആദ്യ വീക്കിൽ ഭയങ്കര വേദന ഉണ്ടായിരുന്നു. എനിക്ക് നല്ല വയറുവേദന ഉണ്ടായി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ടൈമിലൊക്കെ നല്ല വയറുവേദന ഉണ്ടാവുന്നു. എനിക്ക് എപ്പോഴും ഉണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള വയറുവേദന. ഡോക്ടർ പറഞ്ഞിട്ട് അത് കാര്യമാക്കണ്ട, നമുക്ക് ഈ ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഗ്യാസ് അറിയുമ്പോഴോ പിന്നെ ബാത്റൂമിൽ പോകാനുള്ള പ്രശ്നങ്ങൾ ഈ പ്രഗ്നൻസി ടൈമിൽ വരുന്നതാണല്ലോ. ഈ മോഷൻ പോകാനുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു വയറുവേദന വരും. അത് എനിക്കുണ്ട്. എനിക്കും സാധാരണ ടെൻഷൻ തന്നെയാണ്. എന്നാൽ പോലും ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഓക്കെ ആയിട്ടിരിക്കുന്നു. പിന്നെ വേറെ പ്രശ്നം ബ്ലീഡിങ്ങോ കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾ പേടിച്ചാൽ മതി. ബ്ലീഡിങ് കണ്ടിട്ട് ഞാൻ പേടിച്ച് പോയിട്ട് എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഹായ് കാണിച്ചിരിക്കുന്നത് അവിടെ അല്ല. അപ്പോൾ നമുക്ക് അത്ര പ്രശ്നമില്ല. പിന്നെ യാത്രയൊക്കെ ഞാൻ 3 മാസം വരെ ഒഴിവാക്കി. ഇനി കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അതിന് കുഴപ്പമില്ലാന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു. 3 മാസം വരെ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു. ആകെ ഒറ്റ വട്ടം ഞാൻ എറണാകുളം പോയി, പിന്നെ പോയിട്ടില്ല. പോകാറുള്ളൂ. 3 മാസത്തോളം ഒഴിവാക്കാം അല്ലേ പരമാവധി. അത് പിന്നെ വേറെ പ്രശ്നമില്ലാത്തവർക്ക് പതുക്കെ പോണോണ്ട് കാറിൽ പോകണമെന്നല്ല. ഇപ്പൊ ജോലിക്ക് സ്ഥിരം പോണവരുണ്ട്, അവർക്ക് പോയേ പറ്റൂ, അങ്ങനെ പോണവരുണ്ട്. എനിക്ക് പിന്നെ ബ്ലീഡിങ് കണ്ടോണ്ട് പക്ഷെ നമ്മള് പിന്നെ റിസ്ക് എടുക്കണ്ടല്ലോ വെച്ചിട്ട് യാത്ര ഒഴിവാക്കില്ല. പിന്നെ എനിക്ക് വണ്ടിയിൽ ഇരിക്കാനുള്ള ആരോഗ്യം വേണ്ട, അതും ഇല്ല. എല്ലാരും നോക്കണം സ്റ്റഡൻ വല്ല ബ്രേക്ക് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യണതല്ലേ. പിന്നെ പരമാവധി ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. അതും നല്ലൊരു ഇതാണ്. സഡൻലി ബ്രേക്ക് വരണം. പിന്നെ ഞാൻ സീറ്റ് എപ്പോഴും ഫ്രണ്ടിക്ക് നല്ലോണം കയറ്റിടുന്ന ആളായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് കെടുത്തിട്ടിട്ടാ പോവാറ്. ആദ്യമൊക്കെ തലക്കറക്കായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് ഇങ്ങനെ കെടുത്തിടും. തണ്ടല് പയ്യെ പോവുള്ളൂ, അതുകൊണ്ട് നല്ല പയ്യെ പോവുള്ളൂ. ഭയങ്കരമായിട്ട് മാറി. ആദ്യമായിട്ട് 100-ലൊക്കെ പോയിരുന്നു വെച്ചാൽ ഇപ്പൊ ഞാൻ 40. ഇന്നലെ 100 പോയത്. ഇന്നലെ ഞാനുണ്ടായില്ല. വേറൊരു കാറിൽ പോയപ്പോഴാണ് 100-ൽ ഓടിച്ചു പോയത് കേട്ടോ. ഞാൻ ഉണ്ടായില്ല. അങ്ങനെ എൻ്റെ അമ്മയുടെ തലക്കൊക്കെ കറക്കിയിട്ടുണ്ട്. അമ്മ ഇയർ ബാലൻസിലൊക്കെ പോയി. എന്നിട്ട് ഭാര്യ പറയണേ എന്താ അമ്മ പിച്ചുപ്പേരൊക്കെ വിളിച്ച് പറയണ്ടായി തല ഇറങ്ങിയിട്ടത്. പാവം അമ്മയ്ക്ക് ഇയർ ബാലൻസിന്റെ പ്രശ്നമുണ്ട് അതിൻ്റെ. അങ്ങനെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഇഷ്ടം മാത്രം ഹാപ്പി ആയിട്ട് ഇരിക്കുക, നല്ലൊരു വാവയൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇടവിലങ്ങാണോ വീട്, ഏത് ഭാഗത്താണ്? ഞാൻ ഇടവിലങ്ങാണ്. ഹതി എന്നുള്ളൊരു കുട്ടി ചോദിച്ചാണ്. ഇടവിലങ്ങ് നടവരമ്പത്താണ്. നടവരമ്പ് എന്നുള്ള സ്ഥലത്താണുള്ള വീട്. ഞാൻ സ്ഥലം പറഞ്ഞാൽ തെറ്റിപ്പോ അതുകൊണ്ടാ. ഇടവിലങ്ങാണ് നടവര. അത് ആ കോതപറമ്പ് അങ്ങോട്ട് തിരിഞ്ഞ കൊറേ സ്ഥലങ്ങളാ. ആകെ ഒരു 5-5 മിനിറ്റിന് 6 കിലോമീറ്ററിന് തന്നെ വേറെ വേറെ പേരുള്ള സ്ഥലങ്ങളാ. അതുകൊണ്ട് ഞാൻ അധികം പറയാറില്ല. സത്യം പറഞ്ഞാൽ ഇടവിലങ്ങ് തന്നെയാണ് നടരമ്പ് ഇരിക്കണത്. സ്കൂൾ തൊട്ടപ്പുറം സൊസൈറ്റി ആയി. അതിന് കുഞ്ഞിനായി. കുഞ്ഞിനെ കഴിഞ്ഞാല് പള്ളി 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 കഴിഞ്ഞിട്ട് കാര. അതിനുള്ള അത്രക്കുള്ള സ്റ്റോപ്പിനുള്ള ലെങ്ത് അല്ലേ ആ സ്ഥലം. ഞാനത് ചിന്തിക്കാറുണ്ട്. അവിടെ വേറെ പ്രത്യേകത അവിടെ അല്ലാതെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. എല്ലായിടത്തും ബസ് സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ കൊറേ ഈ പൊടിമ്പസാറ് അങ്ങനെ കൊറേ പേരുകള്, വെറൈറ്റി പേരുകളാ അല്ലേ. കൊറേ ഉണ്ട് പറഞ്ഞ പോലെ. അപ്പുറത്തെ ഇവിടെ അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ഏരിയക്ക് പോകണം. അതുകൊണ്ട് ഞാൻ അധികമായിട്ട് പറയാറില്ല സ്ഥലപ്പേര്. പിന്നെ എന്താ എന്നോട് ചോദിച്ചാൽ നല്ലൊരു ബേബിനെ കിട്ടിട്ട് അത് തന്നെയാണ് ആഗ്രഹം. നല്ലൊരു ബേബിനെ ഇട്ടിട്ട് എല്ലാവരും പാർക്കണല്ലേ. എല്ലാവരും സപ്പോർട്ടായി നിൽക്കണം. അപ്പോൾ അങ്ങനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് കുണുക്കി ആരോ ചേച്ചി ഇവിടെ. ചിലപ്പോ പുതിയ ആൾക്കാരായിരിക്കും കേട്ടോ. അലീന എന്നുള്ളൊരു ചോദിച്ചതാണ്. കുണുക്കൻ്റെ അനിയൻ, സ്വന്തം അനിയൻ. അത് നമ്മളിപ്പോ ഇതിലൊക്കെ കാണുന്നുണ്ടാവേ പിള്ളേരുകള്. അതുകൊണ്ടായിരിക്കും കുറെ കമന്റ് ഉണ്ടായിരുന്നു എന്റെ മക്കളാണോന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഷോർട്സിൽ വന്നിട്ടുണ്ടായി കുണുക്കനെ കുണിക്കും. അയ്യോ അവനെ പ്രസവിക്കണേ ഞാൻ 12 വയസ്സിൽ പ്രസവിക്കണായിരുന്നു. കുണുക്കൻ്റെ അനിയനാണ് കേട്ടാ. കുണിക്കുമ്പോൾ എൻ്റെ അനിയത്തിയും സ്വന്തമാണ്. കസിൻ സ്വന്തമല്ല, എൻ്റെ സ്വന്തമാണ്. നല്ല സുന്ദരനായ സുന്ദരിയായ ഒരു അനിയത്തിയുണ്ട്. പിന്നെ ഒരു ചേച്ചിയുടെ കുഞ്ഞു കുറുമ്പിയുണ്ട് കാർത്തു. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ പൊന്നുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. നമ്മള് ഇപ്പൊ ഓപ്പണിങ്ങിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു. പിന്നെ എല്ലാവരും തിരക്കിലാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇണങ്ങാറില്ല. ചേച്ചി പിന്നെ തിരക്കിലാണ്. കാർത്തൂൻ്റെ സ്കൂള് ഇപ്പൊ സീരിയൽ ഷൂട്ട്. അപ്പൊ അവരുടെ തിരക്കുകൾ. അപ്പൊ അവരങ്ങനെ പോകും. ഞാനിപ്പോ വയ്യാതിരിക്കണാനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. അപ്പോൾ അതാണ് കേട്ടോ. ഒരു വണ്ടി വന്നാനായിട്ട് അങ്ങോട്ട് നോക്കിയത്. ഒരു കാറും ഒരു ബൈക്കും കൂടി വന്നപ്പോൾ നോക്കിയതാ. അപ്പം അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത അച്ചുവിൻ്റെ അമ്മ എവിടെ?
അച്ഛനും അമ്മയും വിളിക്കാറില്ലേ? കുഞ്ഞിനെ കാണാൻ അമ്മ വന്നിരുന്നു. അമ്മക്ക് വരാൻ പറ്റില്ല. അമ്മക്ക് പോയിട്ടില്ല. അമ്മ ഇപ്പൊ കുവൈറ്റിൽ പോയിട്ട് ഡിസംബറിൽ പോയതാണ്. അപ്പൊ പിന്നെ അതിനുശേഷം അവിടെ യുദ്ധം കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മക്ക് വരാൻ പറ്റിയിട്ടില്ല. വിളിക്കാറുണ്ട്. സ്പേസ് തീർന്നതാ. അത് നമ്മുടെ ഐഫോണിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു 2 വീഡിയോ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്പേസ് തീരുണ്ട. അപ്പൊ അമ്മ അവിടെയാണെന്ന് പറഞ്ഞ് കുവൈറ്റിലാണ്. അപ്പൊ പിന്നെ അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ടിക്കറ്റിന്റെ ഒക്കെ ഇത് ശരിയായിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പൊ അമ്മ മിക്കവാറും അടുത്ത മാസമൊക്കെ ഒന്ന് പറയണ്ടായല്ലേ? അല്ല, ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ മാസം വരുന്ന ചോദിച്ചാൽ പിന്നെ അടുത്ത മാസമാണ്. നീട്ടി കിട്ടുകയാണെങ്കിൽ ഞാൻ നിൽക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കണം. നമുക്കറിയില്ല കറക്റ്റ്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ അടുത്തത് ക്വസ്റ്റ്യൻ ഉണ്ടായല്ലോ. വീട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് വീടും സ്ഥലവും വാങ്ങണം. സ്വാതന്ത്ര്യത്തോടെ സന്തോഷമായി താമസിക്കാൻ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഓക്കെ, വീടൊക്കെ ഇതുണ്ടോ? ഇത്രയും വലിച്ചു നീട്ടി വീട്ടിൽ കൊണ്ടുവന്നത് അറിയില്ല. അല്ല, അത് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കല്യാണം കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവണം തന്നെയല്ലേ സ്വന്തമായിട്ട് ഒരു വീട് വെക്കണം. അതല്ല, ഇപ്പത്തെ ജനറേഷനെല്ലാം പിള്ളേർക്കും ഉണ്ടാവും ഒരു വീട് വെക്കണം. അങ്ങനത്തെ എല്ലാ ലക്ഷ്യങ്ങളും ഉള്ള ഒരു ജനറേഷനാണ് ഇപ്പൊ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കുണ്ട് സ്ഥലം വാങ്ങണം, വീട് നോക്കാറുള്ളതാ. അപ്പൊ അതിന്റെ ഞങ്ങള് പക്ഷെ ഭയങ്കര വലിയ വീടൊന്നുമല്ല, ചെറിയ സമാധാനമുള്ളൊരു വീട്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടം ചെറിയ വീടിനോട്. എന്താ വെച്ചാൽ വലിയ വീട് വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കാര്യമില്ല. അപ്പൊ ഞാന് നമുക്ക് സമാധാനമുള്ളൊരു ജീവിതം. അല്ല, അതിന്റെ ഒരു സ്ഥലവും വീടൊക്കെ നമ്മൾ എന്തായാലും വഴിയേ വാങ്ങും. ഇപ്പൊ നമ്മുടെ ഓരോ തിരക്കുകളായിട്ട് പോവല്ലേ, അതിനൊക്കെ ഒരു സമയം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏട്ടൻ്റെ വീട്ടിൽ പോവാറില്ലേ? അപ്പോൾ വീട്ടിൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പോയി ഫുള്ള് ക്ലീൻ ചെയ്തിട്ടൊക്കെ പോകുന്നത് കേട്ടാ. വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫുഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. ഇപ്പൊ സ്റ്റുഡിയോയിലാണെങ്കിലും സ്റ്റുഡിയോയില് നമ്മൾ സ്റ്റാഫ് ഉള്ളതുകൊണ്ട് അങ്ങനെ വെച്ചാൽ മെയിൻറ്റെയിൻ നല്ലൊരു കുട്ടിയായതുകൊണ്ട് ഒരു വിഷയമല്ല. നമുക്ക് കണ്ടും കൽപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഫോൺ ത്രൂ കാര്യങ്ങളൊക്കെ നോക്കണത് കാര്യങ്ങളും. പിന്നെ വർക്കിന് ഇവിടെ നിന്നാണ് പോവാറ്. ഇവിടുന്ന് വരുമ്പോൾ അവനെ വർക്ക് സ്ഥലത്തേക്ക് വിളിച്ചെടുത്തിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് പോകും. അങ്ങനെയൊക്കെയാണ് പോണത്. അപ്പൊ ഇപ്പൊ ഈ ഒരു മാസം ഓഫ് സീസൺ ആണ്. അടുത്ത മാസം തുടങ്ങി വർക്ക് സ്റ്റാർട്ട് ആവും. പിന്നെ ഇവിടെ തന്നെ പോണത്. ഞങ്ങള് വർക്ക് കൂടുതൽ തൃശ്ശൂര്, ഗുരുവായൂർ സൈഡ് അങ്ങനെയൊക്കെയാണ് കൂടുതൽ വരുന്നത്. അപ്പൊ നമുക്ക് പോവാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. നമ്മള് ലോങ് ഒന്നും ഉണ്ടെങ്കിൽ നമ്മൾ കൊടുങ്ങല്ലൂർ പോയി നിൽക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ എനിക്കിപ്പോ എന്താണ് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. എന്താ വെച്ചാൽ വീട്ടിലാവുമ്പോ അമ്മ രാവിലെ കുടിക്കും ഫുഡ് ആക്കണേന്റെ ഒപ്പം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോകും. ഞാൻ കഴിക്കാത്ത കോഴിമുട്ട വരെ അമ്മ പുഴുങ്ങി വെക്കും. എന്താ വെച്ചാൽ കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പൊ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഏട്ടനായാലും എന്റെ കാര്യത്തില് സമാധാനമാണ്. ഏട്ടൻ അവിടെ പോയാൽ നല്ല ടെൻഷനാണ്. കുഞ്ഞൊന്നും കഴിച്ചില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്യണം. അപ്പൊ നമുക്ക് ഇപ്പത്തെ സാഹചര്യത്തിൽ ഇതാണ് നല്ലത്. അങ്ങനെ വീണ്ടും സ്പേസ് ആയി, വീണ്ടും കളഞ്ഞു. അതാണ് വെച്ചാൽ നമ്മുടെ ഡാമ ലൈഫ് ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായി. അതാണ് ഫുള്ളായിട്ടില്ല, പക്ഷെ അത് ഫുള്ളാക്കി എടുക്കും വേണം. അപ്പൊ അത് കളയാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ ഉള്ളതൊക്കെ പഴയതൊക്കെ കളഞ്ഞ് ഇതാക്കി വെച്ചതാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ നിൽക്കുന്നതാണ് ഇപ്പത്തെ ഇതില്. എനിക്ക് ഓക്കെ. ഞാൻ പിന്നെ നല്ല വണ്ണം കുറഞ്ഞല്ലേ, എനിക്ക് വീഡിയോയില് കാണുമ്പോൾ മനസ്സിലായി. പക്ഷെ ഇത്തിരി മാറ്റം വന്നില്ലേ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം? ചെറുതായിട്ട് മാറ്റം വന്നു എന്ന് വേണമെങ്കിൽ പറയാം. പറയൂല. കുടിക്കുമ്പോൾ എന്നെ കളിയാക്കുക. ഏറ്റവും കൂടുതൽ എന്നെ കളിയാക്കുന്നത് കുടിക്കുക. ഇടയ്ക്ക് ഏട്ടനോട് പറയും വയറ് നോക്കി ചേട്ടൻ്റെന്ന് പറയും. ചേട്ടന് മോളാണ്, അവരുടെ വയറ് പിടിച്ചിട്ട് എന്നെ കാണിക്കൂ, എന്നെ കൊതിപ്പിക്കൂ. അത് മന്തി തിന്ന വയറാണ്, ഇത് ഉണ്ടാക്കി വയറ്. ഇതെന്റെ ഉണ്ണിവാവില്ല വയറാ. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ കുറെ മെസ്സേജുകളുണ്ട്. അതൊന്നും നമുക്ക് പേഴ്സണലായിട്ട് തന്നെ വെക്കണം എന്നുള്ള ഒരു രീതിയിലാണ്. അല്ല, പിന്നെ നമുക്ക് അപ്പൊ പറയത്തുള്ളൂ. ബാക്കിയൊന്നും പറയാൻ താല്പര്യമില്ല. നമുക്കങ്ങനെ അതിന്റെ ആവശ്യമില്ല. നമ്മൾ വേറൊരു ലൈഫിലേക്ക് പോയി വന്നേക്കണതാണ്. വേറെ കാര്യങ്ങളും നമ്മളെങ്ങനെ റെസ്പെക്ട് ചെയ്യണോ നമ്മൾ തിരിച്ച് റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? നമ്മളിപ്പോ നമ്മളോട് സ്നേഹിക്കുന്നുണ്ടോ, നമ്മളോട് മിണ്ടുന്നുണ്ടോ, അപ്പൊ നമ്മൾ മിണ്ടും. അങ്ങനെയാണ്. ഇല്ലാത്തവരോട് അങ്ങോട്ട് പോവില്ല. പിന്നെ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ത് രീതിയിലും. അതൊക്കെ നമ്മളെ പേഴ്സണലായിട്ട് വെച്ചേക്കുന്ന കാര്യങ്ങളാണ്.
പേഴ്സണല്ല, നമുക്ക് താല്പര്യമില്ല അങ്ങനത്തെ കാര്യങ്ങൾ പറയാനൊന്നും താല്പര്യമില്ല, ഇഷ്ടമല്ലാത്തതിനെ കുറിച്ച് നമ്മൾ പറയണില്ല. അത്രേ ഉള്ളൂ. നമ്മൾ റെസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചും റെസ്പെക്ട് ചെയ്യും. പിന്നെ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ പറയട്ടെ, ഇപ്പൊ എന്നെ വിളിക്കുന്നുണ്ടോ പലവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉണ്ണീന്ന് ഇഷ്ടമുള്ളവര് നമ്മളെ വിളിച്ച് അന്വേഷിക്കും, അല്ലാത്തവര് നമ്മൾ അന്വേഷിക്കണ്ട. പിന്നെ നമുക്കും ഇഷ്ടമല്ലാത്തവര് വിളിച്ചാലും നമ്മൾ എടുക്കൂല, അത് വേറെ കാര്യം. അത്ര തന്നെ. അത് അങ്ങനെ തന്നെ പറ്റുള്ളൂ. അത് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് നമ്മളെ ഇഷ്ടമല്ലാത്തൊരു നമ്മുടെ കാര്യങ്ങള് യൂട്യൂബ് വഴി അറിയാനേ അറിഞ്ഞോട്ടെ, നമ്മള് അങ്ങോട്ട് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമല്ല കാര്യം. കാരണം ഈ ടൈം കുഞ്ഞിന് ശേഷമായപ്പോ എന്തോരം മെസ്സേജാണ് വന്നത്. അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ റിപ്ലൈ കൊടുത്തിട്ടുള്ളതല്ലേ. നമുക്ക് നല്ല രീതിയിൽ അയച്ചവർക്കും നമ്മള് നല്ല രീതിയിൽ കാണുന്നവർക്കും വിളിക്കുന്നവർക്കും മെസ്സേജ് അയക്കുന്നവർക്കും. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇപ്പൊ അന്ന് പറഞ്ഞു കുഞ്ഞിന് ഇത്രയും ഹോസ്പിറ്റലൊക്കെ പോകുമ്പോ അത് ചോദിച്ചന്വേഷിക്കുന്ന ഓരോ ആൾക്കാരുണ്ട്. എന്താണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും നോക്കിയാണ് ബെറ്ററാണ്. ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണെങ്കിലും അവരൊക്കെ അന്വേഷിക്കുന്നുണ്ട്, അവർക്ക് റിപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ നല്ല റിപ്ലൈ ഉണ്ട്, അല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് നമ്മളുടെ ഇത്. അല്ല, ഞാൻ പ്രഗ്നന്റ് എന്ന് അറിഞ്ഞപ്പോ ഏട്ടന്റെ ആദ്യത്തെ ഏട്ടൻ ഉണ്ട്, ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളെ കല്യാണം തൊട്ട് ഇന്ന് വരെ ഞങ്ങളുടെ കൂടെയുള്ള ചേട്ടനാണ്. അപ്പൊ ഇപ്പൊ ജിബിൻ ചേട്ടനായാലും അവര് രണ്ടാളും ഞങ്ങളുടെ കൂടെ കല്യാണം തൊട്ട് ഇന്ന് വരെ ഉള്ളത്. അപ്പൊ അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോഴും. നമ്മുടെ കാര്യം വിളിച്ച് ചോദിക്കുമ്പോഴും എന്നോട് അനീതിയിൽ എന്ത് സംസാരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനത്തെ നമുക്കുള്ള ഫ്രണ്ട്സുകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ കുറേ നാളെ കണ്ടിട്ട് നമ്മളെനിക്ക് തോന്നുന്നു പ്രഗ്നന്റ് ആയ സമയത്ത് ചേട്ടനെ കണ്ടതാണ്, കുടുംബത്തിലില്ല, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇടയ്ക്കിടയ്ക്ക് കാണാണ്ടിട്ടാ. അപ്പൊ ഇപ്പൊ ജിബിൻ ചേട്ടനായാലും കണ്ടിട്ട് കുറേ നാളായി. ജിബിൻ ചേട്ടന്റെ കല്യാണത്തിന് കണ്ടതാ. ഇടയ്ക്കൊന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എവിടാ, ഞങ്ങൾ കോട്ടപ്പുറത്തുണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളെ സ്ഥിരം പ്ലേസ് ആണ്. ഇപ്പൊ കോട്ടപ്പുറത്തില്ല. ഇപ്പൊ കോട്ടപ്പുറത്ത് ഒരു 3 മാസം ഇല്ല പ്രഗ്നന്റ് അതിന്റെ ശേഷം പോയിരുന്നിട്ടുണ്ട്. 2 മാസം കഴിയും. ഇനി അവിടെ പോകുമ്പോ ആദ്യം എങ്ങടാ പോണ്ടേക്കും, അവിടെയാണ് മിസ് ചെയ്യണത്. കൊറേ ഉപ്പിലിട്ടിരിക്കണ്ടാവേ. അവിടെ രാത്രി പോയിരിക്കാൻ നല്ല വൈബാണ്, എനിക്കിഷ്ടാണ്. ഞാൻ ഏട്ടനും കൂടി അവിടെ രാത്രി പോയി. സ്പേസ് കഴിഞ്ഞാ അതൊരു ഗെയിം ഉണ്ട്, അപ്പൊ അത് കളയാൻ പോയതാ. ഗെയിമൊന്നും കേട്ട സ്ഥലമൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അത് ഈ ക്വസ്റ്റ്യൻ ആൻസറിലുള്ള അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും വരുന്ന ചോദ്യമാണ്, മെസ്സേജറിലും വരുന്നതാണ്. PCOD ഉണ്ടായിട്ട് എങ്ങനെ പ്രഗ്നന്റ് ആയത് കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് കൂടുമെന്ന് അറിയില്ല, എന്നാലും പറയാം. അപ്പോൾ കുറേ പേര് മെസ്സേജ് ഉണ്ട്, കല്യാണം കഴിഞ്ഞവരും കുറേ നാളായിട്ട് PCOD ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നടക്കുന്നവർക്ക് നല്ല അറിയാം, നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് PCOD അത്യാവശ്യം നല്ല രീതിയിലുണ്ടായി. വേറെ ഒന്നല്ല, എനിക്ക് ഏറ്റവും ആദ്യം കാണിച്ചു തന്നത് പീരിയഡ്സ് ഒട്ടും റെഗുലർ അല്ല, ഇങ്ങനെ തെറ്റിക്കൊണ്ടിരിക്കും. എല്ലാ മാസവും തെറ്റിക്കൊണ്ടിരിക്കും. അത് കല്യാണത്തിന് മുന്നേ എനിക്ക് തോന്നുന്നു 5 ദിവസമൊക്കെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം 10 ദിവസം 15 ദിവസം 20 ദിവസം വരെയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എനിക്കുണ്ടായിരുന്നത് ഇവിടെ കുറച്ച് ഹെയർ വരും, കുറച്ചധികം ഹെയർ വരും നമുക്ക് ഹോർമോൺ ചേഞ്ചിൻ്റെ. പിന്നെ എനിക്ക് കാണിച്ചത് ഈ ഛർദ്ദിക്കണം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ പീരീഡ്സ് ടൈമിൽ നല്ലോണം ഉണ്ടായി, നല്ല വേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി PCOD ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആസ്റ്ററിലാണ് പോയി കാണിച്ചത്. ആസ്റ്ററിൽ ഞാൻ ഷെർലി മാമിനെ കാണിച്ചപ്പോൾ ഷെർലി മാം എനിക്ക് വേറൊരു ഡോക്ടറിനെ കാണിക്കാൻ പറഞ്ഞിട്ട് ഗായത്രി എന്ന് പറഞ്ഞ ഡോക്ടറിനെയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഗായത്രി മാം നല്ലൊരു പെട്ടെന്ന് എന്തോ 3 മാസത്തെ മെഡിസിനാണ് എനിക്ക് അന്ന് തന്നത്. അപ്പോൾ 3 മാസം പൂർത്തിയാക്കാൻ പറ്റിയില്ല. 1 മാസം കഴിച്ചപ്പോൾ PCOD മെഡിസിൻ കഴിക്കുന്നവർക്കറിയാം നല്ല ക്ഷീണമാണ്, നമുക്ക് പറഞ്ഞാൽ പറ്റാത്ത അത്ര ക്ഷീണമാണ്. എനിക്ക് പിന്നെ മൈഗ്രെയിൻ്റെ ഇഷ്യൂസ് ഉള്ളതാണ് ഒരു മെഡിസിൻ തന്നത്. മൈഗ്രെയിന് പ്രശ്നത്തിനുള്ളൊരു ആ മെഡിസിൻ കഴിച്ച മൈഗ്രെയിൻ കൂടുന്ന മരുന്നായിരുന്നു. അതുകൊണ്ട് എനിക്കത് തീരെ കഴിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 1 മാസം ഞാൻ കഴിച്ചു, പിന്നെ ഞാൻ നിർത്തി. പിന്നെ അച്ചാച്ചൻ്റെ മരണമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ പോയത് 2 മാസം കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു PCOD മരുന്ന് നിർത്തുകയാണെങ്കിൽ പിന്നെ PCOD കുറയണമെങ്കിൽ ഡോക്ടർ പറഞ്ഞു പിന്നെ പ്രഗ്നൻ്റ് ആവാനും കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് വേണമെങ്കിൽ പ്രഗ്നൻസി 3 മാസം കഴിഞ്ഞാൽ ട്രൈ ചെയ്യാം, അപ്പോൾ അതിനുള്ള മെഡിസിൻ വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ പ്രഗ്നൻസിയിലായിട്ട് തന്ന മെഡിസിൻ എന്തൊട്ട് മെഡിസിൻ ആയിരുന്നു, ഹോർമോണിൻ്റെ. പക്ഷെ അതും ഞാൻ വല്ലാണ്ട് കഴിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു മെഡിസിനും മര്യാദയ്ക്ക് കഴിക്കണ ശീലമില്ല. പിന്നെ എനിക്ക് കറക്റ്റ് ഒരു മരുന്ന് കഴിച്ചു കൊണ്ടുപോകുന്ന സ്വഭാവമില്ല.
അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം കഴിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ ഉണ്ണിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാത്തൊക്കെ എനിക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ തട്ടിക്കളയും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുകൊണ്ട് അതും വല്ലാണ്ട് കഴിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് 1 മാസത്തെ PCODയുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓവുലേഷൻ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെയാണ് ഞങ്ങളും വലിയ പ്രതീക്ഷ വെച്ച സമയത്തൊന്നല്ല കേട്ടോ കിട്ടിക്കണേ, അല്ലേ? നമ്മൾ ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ഇങ്ങനെ PCOD ഒന്ന് മാറി കിട്ടണം. എന്താ വെച്ചാൽ PCOD മാറണം എന്ന് വെച്ചാൽ എല്ലാ PCOD ഉള്ളവർക്കും ഭയങ്കര ടെൻഷനുള്ള കാര്യം. പക്ഷെ അത് ലൈഫ് ലോങ് അങ്ങനെ മാറൊന്നുമില്ല. എന്നോട് പറഞ്ഞു ഈ ഒരു തടിയിൽ നിന്ന് ഇനിയും തടി കുറയ്ക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്യാനാ, ഇത്രയും കുഞ്ഞ് അല്ലെങ്കിലല്ല നീ എല്ലുമ്പോൾ എങ്ങനെ കുറയ്ക്കുക. അപ്പം അതുകൊണ്ട് നമുക്കത് നടക്കണ ഒരു കാര്യമല്ല. തടി കുറച്ച് തന്നെ എനിക്ക് കാണാൻ പറ്റൂല. അങ്ങനത്തെ ഒരു കാര്യമായതുകൊണ്ട് പിന്നെ പ്രഗ്നൻസി എന്തോ ഭാഗ്യത്തിന് കിട്ടി. അങ്ങനെയാണ് എൻ്റെ PCOD മാറിയത്. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളുകൊണ്ടൊക്കെ കിട്ടി. അപ്പം എന്നോട് ചോദിക്കാറുണ്ട് എവിടെ കാണിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആസ്റ്ററിലാണ്. എല്ലാവർക്കും എല്ലാം സ്ഥലമാവില്ല. ചിലവരെന്നെ പറയേണ്ടത് 20-30 ഡോക്ടർമാരെ കാണിച്ചിട്ട് മാറാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് ആസ്റ്ററിലൊന്ന് കാണിച്ചു നോക്കുക, ചിലപ്പോൾ മാറാം. അപ്പം എനിക്കെന്തായാലും മാറിയെന്നല്ല, പ്രഗ്നൻസി കിട്ടി. അത് നമ്മളെ നല്ല കുറയുമ്പോഴാണ് നമുക്കത് കിട്ടുള്ളൂ. PCODയുടെ സംഭവം ഉണ്ടെങ്കിൽ നമുക്കതിനെ കിട്ടില്ല. അതിൻ്റെ കാര്യം മാറിക്കൊണ്ട് എനിക്ക് കിട്ടി. അപ്പോൾ പിന്നെ PCOD ഉള്ളതിന് നമുക്ക് പ്രഗ്നൻസി ശ്രദ്ധിക്കാനുള്ള കിട്ടിയതും എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. ഗർഭപാത്രത്തിൽ അന്യാവും അങ്ങനത്തെ കാര്യങ്ങളും നല്ല പേടിയുണ്ടായി. പിന്നെ ദൈവം സഹായിച്ച് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. പിന്നെ ബ്ലീഡിങ്ങും ഈ PCOD ഉണ്ടായിരുന്നുകൊണ്ടാണ്. PCOD ഡോക്ടർ എന്നോട് പറഞ്ഞു അത്യാവശ്യം PCODയുടെ ഇഷ്യൂ ഉള്ള ആളാണ്, അതുകൊണ്ടാണ് ഈ ബ്ലീഡിങ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ അടിച്ച് നമുക്കത് വിഷയമില്ലാണ്ട് ഓക്കെ ആയി പോകുന്നു. അപ്പം അങ്ങനെയാണ്. ഇന്നത്തെ വീഡിയോ ഇനി അധികമാണ് നീട്ടണില്ല. അപ്പോൾ ഈ കാര്യം കൂടി പറഞ്ഞു നിർത്താമെന്ന് വെച്ചിട്ടായിരുന്നു. ഈ ഒരു കാര്യം പറയുമ്പോൾ വേറൊരു വീഡിയോ അങ്ങനെ പറയാൻ നടക്കാറില്ല, അതുകൊണ്ട് ഇതിൽ പറഞ്ഞതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അല്ലേ? അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ബൈ.